ഫോൺ എടുക്കുന്നില്ല. നമുക്ക് ചെറുതായിട്ട് തുടങ്ങിയാലോ? ഛേ, അത് വേണ്ട. അവന്റെ ബർത്ത്ഡേ പാർട്ടിയല്ലേ, അവൻ കൂടെ എത്തട്ടെ. ഇതെവിടെയാടാ നീ? രണ്ട് മുട്ടിയിരിക്കുകയാണല്ലേ. എന്താടാ അത്? പിടുത്തത്തിനുള്ള സാധനം തന്നെയാ. ഞണ്ട് ഞണ്ട്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു ഹാപ്പി ബർത്ത്ഡേ മാൻ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇരിക്കും. പിന്നെ ക്ഷമ കെട്ടപ്പോൾ ഞങ്ങൾ ഓരോന്ന് വീശി തുടങ്ങിയാലോ എന്നായിരുന്നു. ഓഫീസിൽ നിന്ന് ഇറങ്ങിയതും ഫ്രണ്ട് ഓഫീസിലെ തേപ്പുകാരി തൊട്ടു മുമ്പിൽ. നല്ല ശകുനം. ഞണ്ട് പിടിക്കുമ്പോൾ ഒരു പിടുത്തം. അവൾക്ക് മാർക്കറ്റ് ഒരു ലിഫ്റ്റ് വേണം. ഓ, അപ്പോൾ ഞണ്ട് വന്ന വഴി അതാണ്. ഞണ്ട് വാങ്ങിയപ്പോ 1 കിലോ ബീഫ് വാങ്ങിയാൽ മതിയായിരുന്നു. ബർത്ത്ഡേക്ക് എന്നെ കൊല്ലൂടാ. ഇങ്ങോട്ട് തവള മാറിയപ്പോ പുള്ളി ഇപ്പൊ പക്ക അല്ല, കോസ്മോ. ഇതാണ് സ്റ്റൈൽ. ഇനി നമ്മൾ ട്രെൻഡ് മാറ്റുകയാണ്. ചങ്ക് വാടുന്ന രീതിയിൽ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ കട്ട സാധനം അടിച്ചിരുന്നു അല്ലേ? കള്ള് ഇവന് കറാമാണ്. എന്നിട്ടാണ് അവന്റെ ഡയലോഗ്. അത് വിട്. അത് topic വേറെ. ഇയാളോ ആത്മീയതയുടെ ആശാനാണ്, പക്ഷെ ഇറച്ചി മണമല്ലാതെ ചോറിറങ്ങില്ല. നമ്മുടെ ശരീരത്തിന്റെ എത്തിക്സ് വേറെയാണ്. ഒരു മിനിറ്റ്. ഭാര്യ. ഹലോ ഭാര്യ, ഞാനൊരു മീറ്റിംഗിലാ, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ. ഇന്ന് ഞാൻ പോകുന്നില്ല. കേക്കിനൊരു പെണ്ണിന്റെ മണം. മണപ്പിച്ചോ, പെണ്ണ് കെട്ടാത്തവരല്ലേ? പക്ഷെ കിട്ടാത്തവനല്ല. ഒന്ന് പോടാ. ഞാൻ കെട്ടാത്തതും നീയൊക്കെ കെട്ടിയതും കണക്കാ. പിന്നെ ആരും കാണാതെ ഓളവും തീരെ ആരുമില്ല അല്ലേ? എന്റെ കഴിഞ്ഞ ബർത്ത്ഡേയുടെ ഓർമ്മ പുതുക്കി ചോദിച്ചതാ. സന്തോഷമുള്ള കാര്യങ്ങൾ പറയടോ. അന്ന് നമ്മൾ 3 പേര് ഒരുമിച്ച് സന്തോഷിച്ചല്ലേ? എന്തായിരുന്നു അവളുടെ പേര്? സയോനാര. എനിക്കവൾ മരിച്ചതിൽ പശ്ചാത്താപമോ കുറ്റബോധമോ തോന്നിയിട്ടില്ല. പോക്കറ്റ് മണിക്കായി 10 ചക്രം കൂടുതൽ വേണമെന്ന് തോന്നിയെന്താകാം അവൾ വന്നത്. നമ്മളവളെ റേപ്പ് ചെയ്തോ? ഇല്ല. ഇറ്റ് വാസ് ഓൺലി എ ജെന്യുവൻ സെക്സ്. നമ്മൾ മോശപ്പെട്ടവരാണെങ്കിൽ അവൾ മോശപ്പെട്ടവളായിരുന്നില്ലേ? കള്ളുകുടിയും ആണുപിടിയും അതായിരുന്നില്ലേ അവൾ? അത് അവളുടെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം മനുഷ്യാവകാശമാണ്.
ആ സെക്സ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നോ? അതെന്താ? സെക്സ് ഇല്ലായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ എങ്ങനെ ജനിക്കുമായിരുന്നു? സെക്സ് ഇല്ലായിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാർ ജനിക്കില്ലായിരുന്നു. പിന്നെന്തിനടാ സ്വാതന്ത്ര്യ സമരം? അന്ന് അവളുടെയും ബർത്ത്ഡേ ആയിരുന്നു. സോ ആകെ 365 ദിവസമുള്ള ഒരു കലണ്ടറും 100 കോടി മനുഷ്യരും. നീ ആ കേസൊന്ന് വിട്. സെക്സിനിടയിൽ ഹാർട്ട് അറ്റാക്ക് വന്നൊരു പെണ്ണ് മരിച്ചു. നമ്മൾ അവളെ കൊന്നിട്ടില്ല, ഉണ്ടോ? അത് ആത്മഹത്യയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുമില്ല, ഉണ്ടോ? കേക്കായോ? ഓരോ പെഗും കൂടെ കഴിക്കുന്നു, കേക്ക് മുറിക്കുന്നു. നല്ല കൊളുത്തി പിടിക്കുന്ന 3 കോക്ടെയിൽ പുരട്ടെ, പിന്നെ കേക്കും. സഖി നീ എൻ്റെ ചാരയിരിക്കാൻ ശ്രമിക്കൂ. താനെ പിടയ്ക്കുന്ന ജീവനിൽ സ്വച്ഛമൊരു ഗാനനീഹാരം പകർത്തു. ഇന്നലെ പാതിരയിലല്ലേ പനി പിടിച്ചുന്മ തേടിത്തളർന്നേ മയങ്ങുവൻ. തൂണു ചാരി ഞാൻ നൊമ്പരപ്പൂമണക്കാറ്റിൽ ശയിക്കവേ വറുതി വീതിച്ചൊരെൻ്റെ കിനാവുകൾ കറുതിയായി നീ പകർന്ന ചുംബനം. ചിറകെരിഞ്ഞ് പിടയുന്ന ചിന്തയിൽ മധുരമായി വന്ന മൂകബന്ധനം. എൻ്റെ പ്രണയമേ, എൻ്റെ പ്രണയമേ, എൻ്റെ പ്രണയമേ, ഇനിയുറങ്ങുവാൻ അന്തിയരയാലിൻ്റെ ചോടുവെട്ടണം. മഞ്ഞിറങ്ങി തണുക്കാതിരിക്കാൻ വെറും സ്വപ്നാംബരങ്ങൾ പുതയ്ക്കണം. ആരോ വിളിക്കുന്നു വീണ്ടും, കാതിലാരോ ചിരിക്കുന്നു മെല്ലെ. ഉത്തരം നൽകുവാൻ സമയമായി, മഴക്കാവിലൂടേറെ നടക്കണം. ഉത്തരം നൽകുവാൻ സമയമായി, മഴക്കാവിലൂടേറെ നടക്കണം. മുറ്റത്തു നിൽക്കും കരിമ്പാറ തന്നുച്ചിയിൽ മുഷ്ടികൾ കൊട്ടിപ്പിളർക്കണം. ആർത്തിരമ്പുന്നൊരീ ആറ്റിൻ കയങ്ങളിൽ തളരാതെ നീന്തി കടക്കണം. പിന്നെ അന്തിമേഘങ്ങളിൽ ചെന്ന് അനന്തമാം ശൂന്യതയിലേക്ക് ലയിക്കണം. പകുതി വരെ നീ
ക്ഷമിക്കണം മത്സഖി ചുറ്റുമിരുളാണ് നീ ഭയക്കാതെ മറ്റൊരോർമ്മയിൽ കുടിയിരിക്കുക. അതെ, നമ്മൾ ചെയ്ത് നമുക്ക് ന്യായീകരിച്ചല്ലേ പറ്റൂ. നമ്മൾ സേഫ് ആയിരിക്കുക. എല്ലാവരും സേഫ് ആകാനാണ് ആഗ്രഹിക്കുന്നത്. അന്ന് നമ്മൾ അവളുടെ ബോഡി ഇവിടെ കൊണ്ടിട്ടതും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ അതൊരു കൊലപാതകമായിരുന്നില്ല. ആരും നിഷ്കളങ്കരല്ല. അപ്രതീക്ഷിതമായ ഒരു കാരണത്താൽ നമുക്ക് ഇന്ന് ഒരിക്കൽ കൂടി സേഫ് ആകേണ്ടി വന്നു. പോകാം. ഈ ബർത്ത്ഡേയും മറന്നേക്കുക. മത്സഖി ചുറ്റുമിരുളാണ് നീ ഭയക്കാതെ മറ്റു